ഷാഫി ചാലിയം, ഇപ്പോൾ പുതിയ വഖഫ് ഭേദഗതി എന്തായാലും നിലവിൽ വന്നല്ലോ. നോക്കൂ, കേരളത്തിലെ ഏറ്റവും പാരമ്പര്യവും പ്രശസ്തിയുമുള്ള രണ്ട് മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒന്ന് കോഴിക്കോട്ടെ ഫറൂഖ് കോളേജ്, രണ്ട് തളിപ്പറമ്പിലെ സർ സയ്യിദ് കോളേജ്. ഈ രണ്ട് കോളേജുകളുടെയും മാനേജ്മെന്റുകൾ എടുക്കുന്ന നിലപാട് എന്താണ്? മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല, ഞങ്ങളത് പണം വാങ്ങി ക്രയവിക്രയം ചെയ്തതാണ് എന്നാണ് ഫറൂഖ് കോളേജിന്റെ നിലപാട്. തളിപ്പറമ്പിൽ സർ സയ്യിദ് കോളേജ് ഇരിക്കുന്ന ഭൂമി വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ് തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റിന്റെ ആ ട്രസ്റ്റിന്റെ നിലപാട്. ആ ട്രസ്റ്റ് നയിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളാണ്. ഈ പുതിയ നിയമത്തിന്റെ ആനുകൂല്യം ആദ്യം പ്രയോജനപ്പെടുത്താൻ പോകുന്നതും ആ മാനേജ്മെന്റാണ്. അപ്പോൾ ഈ പറഞ്ഞ സംഗതികളെല്ലാം നമ്മുടെ സമുദായത്തിനെതിരെയുള്ള കുഴപ്പമാണ് എന്ന് എങ്ങനെയാണ് നിങ്ങളുടെ സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാനേജ്മെന്റുകൾ ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സമുദായത്തിനെതിരെയാണ് എന്ന് മറ്റുള്ള ആളുകളെ ബോധിപ്പിക്കുക? എന്ത് അടിസ്ഥാനത്തിൽ ബോധിപ്പിക്കും? അതായത് BJP കൊണ്ടുവന്ന ഈ വഖഫ് അമെൻമെൻറ്റിൻ്റെ ആനുകൂല്യം ആദ്യം ഉപയോഗപ്പെടുത്തിയത് മുസ്ലിം ലീഗുകാരായ സർ സയ്യിദ് കോളേജിൻ്റെ മാനേജ്മെൻറ്റാണെന്ന ഒരു പ്രചരണം കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവിടെ BJP പ്രതിനിധി അത് പറയുകയും ചെയ്തു. അവതാരൻ്റെ ചോദ്യത്തിൽ അതിൻ്റെ ചില ശകലങ്ങളുമുണ്ട്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, മാർച്ച് 20 മുമ്പാണ് ഈ പറഞ്ഞ ഈ റിട്ട് ഹൈക്കോടതിയിൽ സർ സയ്യിദ് കോളേജ് കൊടുക്കുന്നത്. അന്ന് ഈ വഖഫ് നിയമ ഭേദഗതി നിയമമായിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തത്, ഞാൻ എൻ്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് ഹൈക്കോടതിയിൽ കോളേജ് മാനേജ്മെൻറ്റ്, അതായത് സർ സയ്യിദ് കോളേജ്മെൻറ്റ് കൊടുത്ത ഹർജി, ആ ഹർജി കൊടുത്ത അഭിഭാഷകൻ്റെ അടുത്ത് ഒരു പെശക് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് തിരുത്തൽ ഹർജി കൊടുത്തതായിട്ടാണ് ഞാൻ അറിയുന്നത്. അത് നാളെ അതിൻ്റെ റിസൾട്ട് എനിക്ക് വരും. അപ്പോൾ അത് ഇതുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞു, പിന്നെ തിരുച്ചെന്തൂർ എന്ന ഗ്രാമത്തിലെ ചോള രാജാക്കന്മാരുടെ കാലത്തുള്ള ക്ഷേത്രമടക്കം മൊത്തം വഖഫാണെന്ന് പറഞ്ഞു. പരിപൂർണ കളവാണ്. ഞാൻ അതിൻ്റെ യഥാർത്ഥ ഡോക്യുമെൻ്റ്, അതിൻ്റെ എന്താണ് അവിടെ സംഭവിച്ചതെന്നത് അഭിലാഷിന് ഞാൻ അയച്ചിട്ടുണ്ട്. അത് മുഴുവൻ വായിക്കാൻ ഈ ചർച്ചക്കിടയിൽ അഭിലാഷിന് കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളെയോ മറ്റന്നാളോ നടക്കുന്ന ഏതെങ്കിലും ചർച്ചയിൽ അപ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. അവിടെ പ്രശ്നം BJP ഭരിക്കുന്ന സെൻട്രൽ വഖഫ് കൗൺസിൽ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സെൻട്രൽ വഖഫ് കൗൺസിൽ ആരുടെ കയ്യിലാണ്? BJPൻ്റെ കയ്യിലാണ്. സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി ആരുടെ കയ്യിലാണ്? BJPൻ്റെ കയ്യിലാണ്. നമ്മളെ അബ്ദുള്ളക്കുട്ടിയാര് ചെയർമാൻ. അതുപോലെ സെൻട്രൽ വഖഫ് കൗൺസിൽ ഒരു സർക്കുലർ കൊടുക്കുന്നു തമിഴ്നാട് വഖഫ് ബോർഡിന്. എന്താണ് ആ സർക്കുലറിലുള്ളത്? ധാരാളം തമിഴ്നാട്ടിലെ വഖഫ് ഭൂമികൾ കയ്യേറപ്പെട്ടിട്ടുണ്ട്. ഈ കയ്യേറ്റ വഖഫ് ലിസ്റ്റ് ചെയ്ത് തമിഴ്നാട് ഗവൺമെൻറ് 1954 തമിഴ്നാട് വഖഫ് ബോർഡിന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്ത വഖഫ് ഭൂമി ഇപ്പം നിലവിലുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് BJP നിയന്ത്രിക്കുന്ന സെൻട്രൽ വഖഫ് കൗൺസിൽ, തമിഴ്നാട് വഖഫ് കൗൺസിൽ എന്ത് ചെയ്യാണ്? സർക്കുലർ കൊടുക്കുകയാണ്. ഈ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുച്ചെന്തൂർ വില്ലേജിലെ 500-ലേറെ വരുന്ന ഏക്കർ ഭൂമി തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് 1954 ആർക്ക് കൈമാറി? തമിഴ്നാട് വഖഫ് ബോർഡിന്. പക്ഷേ തമിഴ്നാട് വഖഫ് ബോർഡ് അത് സംരക്ഷിക്കുന്നതിൽ അമാന്തം കാണിച്ചു. ഭൂമി ഉണ്ട് എന്ന് പറയുന്നത് എവിടെയെന്ന് അറിയില്ല. അപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിനോട്, ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഇവിടെ 54 തമിഴ്നാട് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന 500 ചില ഏക്കർ തിരുച്ചെന്തൂരിലുണ്ട്, അത് എവിടെയാണെന്ന് ഒന്ന് സർവേ ചെയ്ത് തരണം എന്ന് പറഞ്ഞ് ഒരു കത്ത് വഖഫ് ബോർഡ് തമിഴ്നാട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവേക്ക് ആളെ വെക്കുന്നു. ഈ സർവേ നടക്കുന്നതിനിടയിൽ ഈ സർവേ ഏതാണ് ഈ ഭൂമി എന്ന് കണ്ടെത്തും വരെയുള്ള ഒരു ചെറിയ പീരീഡ് എല്ലാവിധ ക്രയവിക്രയങ്ങളും താൽക്കാലികപരമായി ടെമ്പററി ട്രാൻസിസ്റ്റൽ സ്റ്റോപ്പേജ് കൊടുത്ത് ഒരു ഉത്തരവ് തഹസിൽദാർ ഇറക്കി. അത് അവിടുത്തെ ജനങ്ങളെ പരിഭ്രാന്തരാക്കി, പല പ്രശ്നങ്ങളുണ്ടായി, ലോണിന് വിഷമമുണ്ടാക്കി, ക്രയവിക്രയത്തിനിറങ്ങി. സംഗതി യാഥാർത്ഥ്യമാണ്. പക്ഷേ വിഷയം ഗൗരവമായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സ്റ്റാലിൻ ചെയ്തത് എന്താണ്? അദ്ദേഹം സർവകക്ഷി യോഗം വിളിച്ചു, വിഷയങ്ങൾ മുഴുവൻ പഠിച്ചു. എന്നിട്ട് സർവകക്ഷി യോഗം വിളിച്ച് അത് പരിഹരിക്കപ്പെട്ടു. പെട്ടെന്ന് സർവേ നടത്താൻ വേണ്ടി 10 പുതിയ സർവേമാരെ നിശ്ചയിക്കുകയും അതുവരെയുള്ള എന്തെങ്കിലും നിലക്ക് വഖഫ് ബോർഡിന് നിലവിലുള്ള വഖഫിൻ്റെ ലാൻഡ് ആരെങ്കിലും കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്തു തരാൻ തമിഴ്നാട് ഗവൺമെൻറ് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം രമ്യമായി പരിഹരിച്ചതിൻ്റെ ഹിന്ദു വാർത്തയുടെ കട്ടിങ്ങാണ് ഞാൻ തന്നത്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കട്ടിങ് എൻ്റെ കയ്യിൽ വേറെയുണ്ട്. വേറൊരു തമിഴ് വീഡിയോ ഉണ്ട്, അതും ഞാൻ തരാം. ഒന്ന് നോക്കൂ അഭിലാഷ്. ഇവരിപ്പോൾ ഈ പറയുന്ന ഈ കളവുണ്ടല്ലോ,
ഇപ്പൊ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു കേസ് പറഞ്ഞു. കേരളത്തിൽ മൊത്തം വഖഫ് ബോർഡിൽ നിലനിൽക്കുന്ന കേസ് എത്ര അറിയുങ്ങൾ? 5000-ലധികം കേസുകളുണ്ട്. അതിൽ വെറും 10 കേസാണ് മുസ്ലിങ്ങളല്ലാത്തവർ. ബാക്കി 5000-ഓളം മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്ത് അടിച്ചു മാറ്റിയത്, അല്ലെങ്കിൽ വഖഫുമായി തർക്കത്തിൽ ഏർപ്പെടുന്നത്, വഖഫുമായി വ്യവഹാരത്തിൽ ഏർപ്പെടുന്നത് അധികവും ആരാണ്? മുസ്ലിങ്ങൾ തന്നെയാണ്. 10 എണ്ണ ഞാൻ പറഞ്ഞ 10% കേരളത്തിലെ കണക്കാണ്, നിങ്ങൾ എടുത്തു നോക്കി. ഇത് തന്നെയാണ് രാജ്യവ്യാപകമായിട്ടും. ദേവന്റെ സ്വത്ത് ദേവസ്വം, അതുപോലെ വഖഫ് ദൈവത്തിന്റെ സ്വത്ത് വഖഫ്. പിന്നെ പറയുന്നു ഇവിടെ നരേന്ദ്രമോദി ഇടുന്ന സ്പീച്ചിൽ പറയുന്നത് എന്താണ്? വളരെ ഏറ്റവും വലിയൊരു അബദ്ധം അയാൾ പറയുന്നു. വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ ഈ വഖഫ് ബോർഡിൻ്റെതാണോ വഖഫ് സ്വത്ത്? ഇപ്പോൾ അഭിലാഷ്, നിങ്ങൾ വലിയൊരു വീടുണ്ടാക്കി, ആ വീടിനെ പരിപാലിക്കാൻ അതിനെ ആരെങ്കിലും വന്ന് നശിപ്പിക്കണമൊക്കെ പിന്നെ ശ്രദ്ധിക്കാൻ ഒരു വാച്ച്മാനെ നിങ്ങൾ അതിൻ്റെ ഗേറ്റിന് മുമ്പിൽ വെക്കുന്നു. ആ വാച്ച്മാന് കിടന്നു കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. ഈ വാച്ച്മാൻ്റെ പണി ഈ വീട് സംരക്ഷിക്കലാണ്, അല്ലാതെ ഈ വാച്ച്മാൻ്റെതല്ല. ആ വാച്ച്മാനാണ് വഖഫ് ബോർഡ്. വഖഫിന് സ്വത്തില്ല. വഖഫ് സ്വത്തുക്കളെ ആരെങ്കിലും കയ്യേറുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. ഒരു വാച്ച്മാനെ നിർത്തുമ്പോൾ ഒരു ഗൂർഖയാണെങ്കിൽ ഒരു കത്തി കൊടുക്കും. അതാണ് വഖഫ് ബോർഡ് കൊടുത്ത അർദ്ധ ജുഡീഷ്യൽ പവർ. ആരെങ്കിലും വന്ന് കയ്യേറിയിട്ടുണ്ടെങ്കിൽ ആ കയ്യേറി തടയാനാണ് ഈ അർദ്ധ ജുഡീഷ്യൽ പവർ. ഈ അർദ്ധ ജുഡീഷ്യൽ പവർ വഖഫ് ബോർഡ് മാത്രമല്ല, ദേവസ്വത്തിനുണ്ട്, ഇവിടുത്തെ മുന്നോക്ക സമുദായ കമ്മീഷനുണ്ട്, കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനുണ്ട്, വനിതാ കമ്മീഷനുണ്ട്, പിന്നെ ചൈൽഡ് റൈറ്റ് കമ്മീഷനുണ്ട്. ഇപ്പം അങ്ങനെ തുടങ്ങി എത്ര കമ്മീഷൻസുകളോ സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകൾക്കൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? ഈ അർദ്ധ ജുഡീഷ്യറി പവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വഖഫ് ഭൂമി സംരക്ഷിക്കുന്നതിന് വഖഫ് സ്വത്തിൽ നിന്നും ഒരു 7% വഖഫിന് ആദായം കിട്ടുന്നു. ഇപ്പൊ കേരളത്തിൽ വഖഫിനുള്ളത് എന്താണ്? ഒരു 10 സെന്റ് കോഴിക്കോടും ഒരു 12 സെന്റ് എറണാകുളത്തുണ്ട്. അതേ വഖഫിന്റെ സ്വന്തം ഉടമസ്ഥയിലുള്ളത്. ബാക്കിയുള്ള സ്വത്തുക്കളുടെ മേലെ ആരെങ്കിലും കയ്യേറുണ്ടോ എന്നതൊരു മേൽനോട്ടമാണ്. അതാങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇവർ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, തുറന്നു പറയാൻ പറയും. ഇപ്പൊ ഉത്തർപ്രദേശിന്റെ ഒരു കാര്യം പറഞ്ഞു, നമുക്കറിയാം. ഞാൻ ഇപ്പൊ തന്ന ഡോക്യുമെന്റിലും കണ്ടില്ലേ, ഇവരെ പച്ചക്കളവ് പറയാണ്. പെരും നട്ടാൽ മുളക്കാത്ത കളവായി പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇദ്ദേഹം പറഞ്ഞ ഈ പ്രസംഗത്തിലെ എന്തെങ്കിലും ഒരു ഭാഗം, ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഈ പിന്നെ ആക്ട് 40 കാര്യം ഇവിടെ പത്മനാഭൻ പറഞ്ഞല്ലോ, ഈ ആക്ട് 40 എന്തിനാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സുഷമ സ്വരാജും പിന്തുണച്ചത്? അതിനെന്താ മറുപടി പറയാത്തത്? കഴിഞ്ഞ ദിവസം വരെ മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ട്രിബ്യൂണലിന്റെ ഫീസ് ഞങ്ങൾ അനിവാര്യമാണ്. പറഞ്ഞു.